വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലരും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാതെയും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇൻ്റർനെറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ ലോഗിൻ ഓപ്ഷനും സ്കിപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഇതിനായി സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്ത് ലാംഗ്വേജ് അതുപോലെ തന്നെ കൺട്രി മുതലായവ സെലക്ട് ചെയ്യുക. അടുത്തതായി കീബോർഡ് ലേഔട്ടിൽ വരുമ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ ലേഔട്ട് നോർമലി US കീബോർഡ് ആയിരിക്കും വരുന്നത്. അപ്പം US സെലക്ട് ചെയ്ത് യെസ് ക്ലിക്ക് ചെയ്യുക. അഡീഷണൽ കീബോർഡ് ആഡ് ചെയ്യുന്ന ഈ സെക്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പിന് ഒരു പേര് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യുവാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് F10 കീ പ്രസ് ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ് ബൈപ്പാസ് ചെയ്യുവാനായിട്ട് ഇവിടെ OOBE/bypass NRO എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി സിസ്റ്റം റീസ്റ്റാർട്ട് ആകും. ഇനി നമ്മൾ വൈഫൈ ഒക്കെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആകുന്നതിന് വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ വൈഫൈ ഡിവൈസ് ഓഫ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഷിഫ്റ്റ് F10 പ്രസ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റിൽ ipconfig/release എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് കീബോർഡ് ലേഔട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരു അഡീഷണൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് യൂസറിൻ്റെ നെയിം കൊടുക്കാം. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പാസ്വേഡ് കൺഫേം ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിനുള്ള ഓപ്ഷൻസ് വരും. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ആൻസർ താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യുവാനായിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി.
ഈ ഒരു രീതിയിൽ നമുക്ക് വിൻഡോസ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെയും മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാതെയും ഒരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.